കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന കാല് വേലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സുമംഗല പറഞ്ഞു, എന്നാലും അത് എന്തായിരിക്കും സംഭവിച്ചേ? പടിയേല് തെന്നുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ, എടുത്തി നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മനെ വിളിക്കുകയാണ്. ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ല പടിയേൽ ഇതിന് മാത്രം തെന്നാൻ എന്താ ഇരിക്കുന്നേ? എന്നും തൂത്ത് തുടയ്ക്കുന്ന പടിയല്ലേ, അവിടെ തെന്നാൻ മാത്രം ഒന്നും കാണത്തില്ലെന്ന് പറയാ. എന്നാലും സുമംഗലിക്ക് നല്ല സംശയം, ഇനി ആരെങ്കിലും മനഃപൂർവ്വം പടിയൽ എന്തേലും ചെയ്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ, തെന്നി വീഴാനായിട്ട്. അങ്ങനെ അവര് സ്റ്റെപ്പിന് താഴേക്ക് വരുവാണ്. സ്റ്റെപ്പിന് താഴെ നോക്കിയപ്പോ ഒന്നുമില്ല. എന്തേ ഇവിടെ ഒന്നുമില്ല സുമംഗല, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ആ ചിലപ്പം നയനയുടെ അശ്രദ്ധ മൂലം സംഭവിച്ചായിരിക്കും അവള് തെന്നി വീണെന്ന് പറയാ. ഇത് കേട്ടതും സുമംഗല പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറയാൻ വരട്ടെ, കാരണം ഇവിടെ ഇപ്പൊ നയനയ്ക്ക് ശത്രുക്കളുണ്ടോ എന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാ. എന്താ സുമംഗല അങ്ങനെ പറഞ്ഞേ? നയനയ്ക്ക് ശത്രുക്കളോ? അല്ല മനഃപൂർവ്വം ആരെങ്കിലും തെന്നി വീഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോന്ന്? ഏയ് അങ്ങനെയൊന്നും ആരും ഈ കുടുംബത്തിൽ ചെയ്യത്തില്ല എന്ന് പറയാ. അതെ, പറയാൻ കാരണം വേറൊന്നുമല്ല, എന്റെ വീട്ടില് തറവാട്ടിലാണെങ്കിൽ അനിയനും ഭാര്യയൊക്കെ താമസിക്കണേ. പക്ഷേങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആര് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം നിന്ന് കഴിയുമ്പോൾ 3-ാം ദിവസം അവരുടെ മുഖം അങ്ങോട്ട് വീർക്കും. പിന്നെ നമ്മൾ എങ്ങനെ പുകച്ച് പുറത്തേ അടിക്കാം എന്നായിരിക്കും അവരുടെ ചിന്ത. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് കേട്ടപ്പം രശ്മിയമ്മ പറഞ്ഞു, ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലാവരും ഉള്ളതാ ഇഷ്ടം. ഒരാൾ വന്നിട്ട് പോയി കഴിയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നേ. ഇപ്പൊ തന്നെ അവൾ ആരാ? നയന, സുമംഗലയുടെ ഭർത്താവിന്റെ പെങ്ങടെ മോളല്ലേ, അപ്പൊ പിന്നെ അത് മുറപ്പെണ്ണും കൂടെ അല്ലേ, അത് അവളിവിടെ വന്ന് നിൽക്കുന്നോണ്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് സുമംഗല പറഞ്ഞു, അല്ല ലക്ഷ്മി അടുത്തേക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ലോ. അവളെ ചിലപ്പോ പോച്ച് പുറത്തി അടിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലോ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. എന്താണെങ്കിലും ഇപ്പം മനസ്സിലായില്ലേ ഇവിടെ ഒന്നുമില്ലെന്നുള്ളത്. അങ്ങനെ അങ്ങോട്ട് കരുതാൻ വരട്ടെ, ഇതേ സ്റ്റെപ്പിന് മുകളിലേക്കും കൂടെ ഒന്ന് പോയി നോക്കാം എന്നും പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി നോക്കണം. ഈ സമയം സുമംഗല നോക്കിക്കഴിയുമ്പോ തറയിൽ എണ്ണ കിടക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇതേ വെളിച്ചെണ്ണ കിടക്കുന്നു പറയാണ്. അങ്ങനെ തൊട്ട് നോക്കുവാണ്. ലക്ഷ്മിയമ്മ നോക്കിക്കഴിഞ്ഞപ്പോ ശരിയാ വെളിച്ചെണ്ണ. അയ്യോ ഭഗവാനെ, ഇതാരും ഈ ചതിയത്, ഇതാരും ഇവിടെ കൊണ്ടൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് പറയാം. ഇതാ ഞാൻ പറഞ്ഞത്, ആരോ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്താ നയനേനെ ഇവിടുന്ന് പറഞ്ഞു വിടാനെന്ന്. അല്ല എടുത്തി രാവിലെ തൊട്ട് അടുക്കളയിൽ ഉണ്ടായിരുന്നല്ലേ, ആരെങ്കിലും വന്ന് വെളിച്ചെണ്ണ എടുത്തോണ്ട് പോകുന്ന കണ്ടോന്ന് ചോദിക്കുക. ഈ സമയം ലക്ഷ്മിയമ്മ ആലോചിച്ചു, പവിത്ര രാവിലെ എണ്ണ എടുത്തായിരുന്നു പറയാം. അങ്ങനെ വരട്ടെ. സുമംഗലയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്ന മോഹിനിയും പവിത്രയും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് സുമംഗല ചെല്ലുവാണ്. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിനാണല്ലോ. ഇത് ചിരിക്കാനുള്ള കാര്യമാണെങ്കിൽ എന്നോടും കൂടെ പറ, ഞാനോട് ഇന്ന് ചിരിക്കട്ടെ എന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല സുമംഗല അപ്പച്ചേന്ന് പെട്ടെന്ന് പവിത്ര അറിയാം. അല്ല പവിത്ര രാവിലെ അടുക്കള കയറി എണ്ണ എടുത്തായിരുന്നു ചോദിക്കും. എടുത്തായിരുന്നു. അല്ല എന്തിനു വേണ്ടി പവിത്ര എണ്ണ എടുത്തേ? അല്ല അത് പിന്നെ ഞാൻ മുടിയേത്താക്കാൻ വേണ്ടി എടുത്താണോ? അല്ല നയന വീണ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരിക്കുമല്ലോ. അറിഞ്ഞു. എന്നിട്ട് എന്താ അതിനെക്കുറിച്ച് അവൾക്ക് കാലിന് കുറവുണ്ടോ എന്താ പറ്റിയൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്തെ? അല്ല അത് പിന്നെ നയനയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ടാന്ന് പെട്ടെന്ന് മോഹിനി കയറി പറയാ. ഈ സമയത്ത് സുമംഗല പെട്ടെന്ന് ചോദിച്ചു, സത്യം പറ പവിത്രേ, നീ ആ എണ്ണ എടുത്തോണ്ട് പോയത് എന്തിനാ? നീയല്ലേ ആ പടിക്കെട്ടി കൊണ്ട് എണ്ണ ഒഴിച്ചതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പവിത്ര പറഞ്ഞു, ഞാനങ്ങനെയും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയും ചെയ്യില്ലായിരുന്നായിരുന്നു എന്റെ വിശ്വാസം, പക്ഷെ എന്റെ വിശ്വാസം തെറ്റിപ്പോയില്ലേ, പിന്നെ നീ എന്തിനാ അടുക്കളയിൽ എണ്ണ എടുത്തേന്ന് ചോദിക്കുക. ഈ സമയത്ത് നന്ദയും കൂടെ അങ്ങോട്ട് വന്നു. ഞാൻ എണ്ണ എടുത്ത് മുടിയെ തേക്കാനായിട്ട്. നിന്റെ തലമുടി കണ്ടാ അറിയാം, ഈ അടുത്ത കാലത്തെങ്ങും ആ തലയിൽ കൂടി ഇച്ചിരി എണ്ണ പോലും പോയിട്ടില്ലെന്നുള്ള കാര്യം. സത്യം പറ, ഇനി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എന്താണെന്നും കൂടെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ, ജയിലഴി എണ്ണേണ്ടി വരും. ആ പടിക്കെട്ടിന്ന് പിന്നെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആര് സമാധാനം പറഞ്ഞേനും? ഇത് കേട്ടതും പവിത്രയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പവിത്ര പെട്ടെന്ന് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ സത്യം പറ പവിത്രേ, നീയാണോന്ന് ചോദിക്കുകയാണ്. ഈ സമയം നന്ദ പറഞ്ഞു, പവിത്രേ സത്യം പറ, നീയാണോ കൊണ്ട എണ്ണ ഒഴിച്ചെന്ന് ചോദിക്കാം. അതേന്ന് പറയാണ്. അതെ അതല്ലേ അമ്മ പറഞ്ഞിട്ടാന്ന് പറയാ. ഈ സമയം മോഹിനി പെട്ടു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത്. പിങ്കി അവിടെ ഒന്ന് മറിഞ്ഞു നിൽക്കുമ്പോ ഇവര് സംസാരിക്കുന്ന കേൾക്കുവാണ്. മോഹിനി പറഞ്ഞു, അത് പിന്നെ ഞാന്. സുമംഗല പറഞ്ഞു, അങ്ങനെ വരട്ടെ. പവിത്ര പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും അതിന്റെ പുറയിൽ അമ്മ ഉണ്ടാവുന്നുള്ള കാര്യം അറിയത്തില്ലേ, അമ്മ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയി പടിക്കെട്ടിക്കൊണ്ട് എണ്ണ ഒഴിച്ചേ, നയനെ വീഴിക്കാണെന്ന് പറയും. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, എന്നാലും നിനക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി പവിത്രേ? നീ ഇത്ര ക്രൂരയായി പോയോ? എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? ജസ്റ്റ് മിസ്സാ. അങ്ങനെയാണെങ്കിൽ അതെ അമ്മയും മോളും കൂടെ അകത്ത് കിടക്കേണ്ട വന്നേനെന്ന് പറയാം. ഇത് കേട്ടത് മോഹിനി പറഞ്ഞു, അതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല,
രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചേൽപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ ആരാന്നറിയാവോ? ദേ ഏട്ടത്തിന്റെ മരുമോള് തന്നെയാ, പിങ്കിയാന്ന് പറയണം. ഇത് കേട്ട് നന്ദ ഞെട്ടി. പക്ഷെ സുമംഗല ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. സുമംഗലയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിങ്കി ആണോ എന്നുള്ളത്. ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് വരുവാണ്. പിങ്കിനെ കണ്ടതും പെട്ടെന്ന് സുമംഗല ചോദിച്ചു, സത്യം പറയടി, നീയാണോ ആ പടിക്കെട്ടിക്കൊണ്ടേ എണ്ണ ഒഴിക്കാൻ പവിത്രോട് പറഞ്ഞെന്ന് ചോദിക്കാം. പിങ്കിയിൽ ഒരു കുലുക്കവും ഇല്ലായിരുന്നു. പിങ്കി പറഞ്ഞു, അതെ ഞാൻ തന്നെ പറഞ്ഞെന്ന് പറയണം. പെട്ടെന്ന് നന്ദ ഞെട്ടിപ്പോയി. നന്ദ ചോദിച്ചു, എന്താ എന്താ പിങ്കി നീ ഇങ്ങനെ കാണിച്ചേ? ദേ നിനക്ക് അതിന്റെ സീരിയസ്നെസ് അറിയത്തില്ലേ? എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? നീ എന്താ കുഞ്ഞു വെച്ചാ ഇപ്പോഴും? സുമംഗല പറഞ്ഞു, ഇവളെന്തല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറയാ. പെട്ടെന്ന് നന്ദ പറഞ്ഞു, എന്തിനാ പിങ്കി നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ നമ്മളെപ്പോലുള്ള പെൺകുട്ടിയല്ലേന്ന് ചോദിക്കും. ഈ സമയം പിങ്കി പറഞ്ഞു, അതെ മര്യാദയ്ക്ക് എഴുന്നില്ലെങ്കിൽ ഇനി ഞാനത് ചെയ്യൂന്ന് പറയണേ. ഇത് കേട്ട സുമംഗല എന്ത് ചെയ്യാണ്? കൈയെടുത്ത് അവളുടെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കാൻ തുടങ്ങുക. പെട്ടെന്ന് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു പിങ്കി. അതെ ഇന്നത്തെ കാലത്തെ അമ്മായിമ്മയ്ക്ക് മരുമോളെ തല്ലാനുള്ള അധികാരമൊന്നുമില്ല. എന്തേലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കൊണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. പിന്നീട് അറിയാലോ, ഗാർഹിക പീഡനത്തിനായിട്ട് അതെ അമ്മ പോയി അകത്ത് കിടക്കും. അത് വേണോന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് നന്ദ പറഞ്ഞു, എന്ത് ക്രൂരതയൊക്കെ പിങ്കി നീ കാണിക്കണേ? നീ എന്തിനാ നമ്മുടെ കൈ തടഞ്ഞേ? അങ്ങനെ കയ്യെ കയറി പിടിക്കാൻ കൊള്ളാമെന്ന് ചോദിക്കുക. പിന്നെ അത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെന്നിങ്ങനെ അടിയും കൊണ്ടോടെ അവിടെ നിൽക്കുന്നല്ലാന്ന് പറയാം. പവിത്ര മോഹിനിയൊക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുക. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയതില്ലാതെ. ഈ സമയം സുമംഗലിച്ച്, നീ എന്തിനടി അങ്ങനെ ചെയ്തേന്ന് ചോദിക്കാം. ഞാൻ ചെയ്തോ? എന്റെ അർജുന്റെ കാര്യത്തില് അവൾ ഇടപെടാൻ വരണ്ട. ഓ അപ്പൊ അവൾ അർജുന്റെ ഒപ്പം നടക്കുന്നതായിരിക്കും നിനക്ക് പ്രശ്നമല്ലേന്ന് ചോദിക്കുക. അതെ അത് തന്നെയാ പ്രശ്നം. അവളെന്തിനാ അർജുന്റെ പുറകെ എപ്പോഴും നീരാളിയെ പോലെ നടക്കണേ? അവള് ക്യാമ്പിന് വന്നല്ലേ, ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോയാൽ പോരെ? അതിനവള് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് ഇവിടെ കൂടണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി നന്ദയ്ക്ക്. സുമംഗല പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അല്ല നീ എന്തിനാ അർജുന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നേ? അർജുനും നയനും തമ്മിൽ ഒന്നിച്ച് നടക്കണോ, സ്നേഹത്തോടെ പെരുമാറാൻ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പോകാനുള്ളവളല്ലേ നീ? പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ആര് പോകുന്നു? അതെ എന്റെ കഴുത്തൽ ഈ അർജുൻ താലി കെട്ടിയിട്ടുണ്ട്. ഈ താലി കിടക്കുന്നിടത്തോളം കാലം നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും അർജുന്റെ ഭാര്യ. ആ സ്ഥാനത്ത് വേറെ ആരും വന്നിട്ടില്ല. ഇത് കേട്ട സുമംഗല പറഞ്ഞു, ഒരു താലിയുടെ ബലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ കാര്യം ഇരിക്കുന്നത്? ഇതുവരെയായിട്ട് നീ അവന്റെ ഭാര്യയായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് കഴിഞ്ഞ് പിങ്കി പറഞ്ഞു, അതെന്തുവല്ലോ ആയിക്കോട്ടെ, പക്ഷേങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഇപ്പോഴും അവകാശമുള്ള അർജുന്റെ ഭാര്യ എന്ന ലേബലുള്ള. അതുകൊണ്ട് അർജുന്റെ കാര്യത്തിൽ വേറെ ആള് ഇടപെടുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം. ഇത് കേട്ടോ നന്ദയ്ക്ക് തോന്നി പിങ്കിയുടെ മനസ്സിൽ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഈ സമയം സുമംഗല പറഞ്ഞു, നിന്റെ ആ മോഹങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചാലേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കേട്ടല്ലോ, ഇനി ഇപ്പൊ അർജുന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിന്നിവിടെ ആരും പിടിച്ചു നിർത്തുന്നില്ല. എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കാൻ പറയണം, അല്ല നിന്റെ കഴുത്തിന് പിടിച്ചാൽ പുറത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അന്നൊന്ന് കാണട്ടെ, പുറത്തുള്ളൊന്നൊന്ന് കാണട്ടെ എന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. അങ്ങനെ വെല്ലുവിളി നടത്തിയിട്ട് പിങ്കി അങ്ങോട്ട് പോവാ. ഈ സമയം സുമംഗലിക്ക് മനസ്സിലായി ഇവളോട് എതിരിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. ഇവളാണെങ്കിൽ നല്ല ദേഷ്യത്തിലും വാശിയിലുവാ. പെട്ടെന്ന് നയന ചോദിച്ചു, എന്തിനാ അമ്മയെ അങ്ങനെയൊക്കെ പറഞ്ഞേ? പിങ്കിക്ക് പണ്ടത്തെ പോലെയല്ല, അർജുനോട് ഇഷ്ടമുണ്ടെന്ന് പറയണം. ഇഷ്ടം പോലും കൂടുതൽ എന്നെ കൂടൊന്നും പറയിക്കണ്ട. അവളുടെ ഇഷ്ടമൊക്കെ ഇനി ആരും നോക്കുമെന്ന് പറയാം. എന്നാലും പിങ്കി ഭാര്യയല്ല അർജുന്റെ, ഭാര്യയാണ് പോലും. ഇനി അവളെ ഭാര്യ പദവിക്ക് വേണ്ടി ഞാൻ ആവശ്യമില്ല. എന്റെ മോന് ഇതിനേക്കാളും നല്ല ബന്ധം കിട്ടും. അതുകൊണ്ട് അവളെ ഇനി ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് സുമംഗല അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് നന്ദ നേരെ നയനയുടെ അരിയിലേക്ക് വരുവാണ്. അപ്പൊ നയന ചോദിച്ചു, അല്ല നന്ദ പോയില്ലെന്ന് ചോദിക്കും എതിരായിട്ടും. ഇല്ല പോയില്ല. അല്ല സമയമായില്ല കോളേജിൽ പോകാനായിട്ട്. രാവിലെ അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് ഞാൻ കരുതി കുറെ സമയമായിക്കോളന്ന്. സമയമായി വരുന്നുള്ളെന്ന് പറയണം. ആണോ? അല്ല എന്ത് പറ്റി? പെട്ടെന്ന് നയനയോട് ചോദിച്ചു. അല്ല നയന, നീ സീരിയസ് ആയിട്ടൊന്നും അല്ലല്ലോ? നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. നമ്മുടെ ലക്ഷ്യം പിങ്കിനെ അർജുനെ ഒന്നിപ്പിക്കാന്നുള്ളതാ. അറിയാലോ, നീ ആ കാര്യം മറന്നു പോയിട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ ഞാൻ മറക്കുവോ നന്ദേ? എനിക്കറിയാം, അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കുക നമ്മുടെ ലക്ഷ്യം എന്ന് പറയാം. എനിക്കെന്തോ ഇപ്പൊ വല്ലാത്തൊരു പേടി, നമ്മുടെ കളി കാര്യമാകുവാണോന്നുള്ളത്. ഇപ്പൊ തന്നെ പിങ്കി ആകെപ്പാടെ സമനിലേറ്റിയ പോലെ നടക്കണേ. ഈ കളി ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അധികം വയ്യാതെ എന്തെങ്കിലും കൂടെ സംഭവിക്കും. അതുകൊണ്ട് വേണ്ട, നമുക്കിത് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് പറയാം. ഇത് കേട്ട നയന പറഞ്ഞു, നന്ദ എന്തൊക്കെയാ പറയണേ? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ലേ, അത് പൂർത്തിയാക്കണ്ടേന്ന് ചോദിക്കും. ഈ സമയം നയന പറഞ്ഞു, എന്നാലും ഞാൻ ഒരെന്നാലും ഇല്ലെന്ന് പറയണ. നന്ദ മനസ്സിൽ പറഞ്ഞു, അർജുനെ സ്വന്തമാക്കാണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള വഴി വെട്ടിത്തരുന്നോ നീയാ നന്ദേ. അതുകൊണ്ട് അർജുനെ ഞാൻ സ്വന്തമാക്കും. പിങ്കീനെ എത്രയും പെട്ടെന്ന് ഈ പടി അടിച്ച് ഞാൻ പിണ്ടം വെക്കും.
കണ്ടു ഈ നയനയോട് അവളുടെ കളി. അർജുനെ സ്വന്തമാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പറന്നു പോകും. ഈ സമയം ഇതൊന്നും അറിയില്ല എന്ന് നന്ദ പറഞ്ഞു. എന്നാലും വേണ്ട, പാവം. ചില സമയത്ത് പിങ്കിയുടെ കാര്യം ഓർക്കും സങ്കടം വരുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ വലിയ വലിയ കളികളൊന്നും വേണ്ടാന്ന് പറയണം. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യുന്ന, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് നന്ദ പറഞ്ഞു, അല്ല ഇപ്പം പിങ്കി പതുക്കെ പതുക്കെ അർജുനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ സ്നേഹ പ്രണയമായിട്ടും കൂടി മാറിക്കോളും എന്ന് പറയണേ. ഇത് കേട്ട നയന പറഞ്ഞു, അതെ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്ര റിസ്ക് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടി എന്ത് ചെയ്യാൻ ഞാനും ഒരുക്കുക. അല്ലാതെ ഇപ്പൊ നന്ദ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ വേറൊന്നുമില്ല. അതെ അർജുൻ എന്റെ നല്ല ഫ്രണ്ട് മാത്രമാണ്. അത് അന്നും അതെ ഇന്നും അതെ ഇനി പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ കവിഞ്ഞ് എനിക്ക് വേറെ രീതിക്ക് അവനെ കാണാൻ പറ്റില്ലെന്ന് പറയണം. വലിയ കള്ളത്തരം തന്നെയാണ് നയനെ പറയണേ. പക്ഷെ നന്ദയുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അവളുടെ സപ്പോർട്ട് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കള്ളത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ ശരിയെന്ന് പറഞ്ഞ നന്ദ അങ്ങോട്ട് പോവാണ്. നന്ദ നീ അങ്ങോട്ട് പൊക്കോ, അധികം വൈകാതെ തന്നെ അർജുൻ എന്റെ സ്വന്തമാണെന്ന് നീ കണ്ടോളാനും പറയാണ്. പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയമ്മയും മോഹിനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, എന്നാലൊരു എന്ത് പരിപാടി അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന നയന, അവൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടെന്ന് ചോദിക്കും. ലക്ഷ്മിയമ്മ ചോദിച്ചാൽ എന്താ, അല്ല അവള് കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ ഇവിടെ, എന്തൊക്കെ പരിപാടിയാ. രാവിലെ ജോഗിങ്ങിന് വിളിക്കാനായിട്ട് പിങ്കിയുടെ അർജുന മുറിയിലേക്ക് പാഞ്ഞു കയറി ചെല്ലുമല്ലേ. ഒരു സാമാന്യ മര്യാദ പോലും ഇല്ല. ഭാര്യയും ഭർത്താവും താമസിക്കുന്ന മുറിയാന്നുള്ളത്. ഇത് കേട്ട ലക്ഷ്മിയമ്മ പറഞ്ഞു, അർജുനെ അവള് ചെറുതിലെ മുതലേ കാണുന്നല്ലേ, കയ്യെ പിടിച്ച് ഓടി നടന്നതല്ലേ എന്നും പറഞ്ഞോണ്ട് വലുതായി കഴിയുമ്പോൾ അങ്ങനെ തന്നെ കാണിക്കണമെന്നുണ്ടോ. ഒരു ഭർത്താവാ, അവനൊരു ഭാര്യയുണ്ട്, ആ ചിന്ത വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇതൊക്കെ നീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോഹിനി, അത് നയനെ തീരുമാനിക്കണ്ടെന്ന് പറയും. അത് തന്നെ ഞാൻ പറഞ്ഞത്. നയനെ ഒന്ന് വിളിച്ച് ലക്ഷ്മിയമ്മ ഒന്ന് ഉപദേശിക്കാം. നയനയുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയാലോ എന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് സുമംഗല വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ മതിയോ, അവളുടെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്ന് ചോദിക്കും. ഇത് കേട്ടതും മോഹിനിയും പവിത്രയ്ക്കൊന്നും ഞെട്ടി. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് സുമംഗല വന്നിട്ട് പറഞ്ഞു, എന്തിനാ ലക്ഷ്മി അടുത്ത് ഇവിടെ സംസാരിക്കാൻ പോന്നേ. അതെ ആ പടിക്കെട്ടിൽ എണ്ണ ഒഴിച്ച് ആരാന്നറിയാവോന്ന് ചോദിക്കുക. ഇത് കേട്ടോ ആരാ, അതാ പിങ്കിയാന്ന് പറഞ്ഞു. പിങ്കിയോ, അതെ പിങ്കി പറഞ്ഞിട്ട് പവിത്ര കൊണ്ട് ഒഴിച്ചു. ദേ ഇവർക്കെല്ലാം അതിനകത്ത് പങ്കുണ്ടെന്ന് പറയാം. ഇത് കേട്ടോ ലക്ഷ്മി ചോദിച്ചു, എന്നാലും ആ ക്രൂരത എങ്ങനെ ചെയ്യാൻ തോന്നി. എന്നിട്ട് പിങ്കി അവിടെ പവിത്ര പറഞ്ഞു, സാന്ദ്രേച്ചിനെ കാണാനെന്നും പറഞ്ഞ് കാർ കൊടുത്തോണ്ട് പോയെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെ വരട്ടെ, അവളും കൂടെ വരട്ടെ, അവളെ കിട്ടാൻ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട സുമംഗല പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും പറയാനും ഒന്നും പോണ്ട, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ലക്ഷ്മമ്മ ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.